ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അതും ജീവനുള്ള ഞണ്ടാണ്. ഞാനിവിടെ അങ്ങനെ ഞണ്ടൊന്നും മേടിക്കാറില്ല. അപ്പോൾ നമ്മുടെ ചന്ദ്രാമ്മേൻ്റെ മയമുള്ള സമയത്ത് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ നിർബന്ധിച്ച് മേടിപ്പിക്കുമായിരുന്നു. പിന്നെ അമ്മ നല്ലപോലെ ഇതൊക്കെ വൃത്തിയാക്കി കഴുകിത്തരും, ഞാൻ കറി വെക്കും, അങ്ങനെ ആയിരുന്നു. പിന്നെ ഇത് ജീവനുള്ളതുകൊണ്ട് എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. പിന്നെ മീൻകാരെ കൊണ്ട് തന്നെ അതെല്ലാം ശരിയാക്കിച്ചു. ബാക്കിയൊക്കെ ഞാൻ വൃത്തിയാക്കി നല്ലപോലെ കഴുകി വെച്ചു. അപ്പോൾ നമ്മുടെ ഞണ്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അരപ്പിന് വേണ്ടിയിട്ട് മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 3-4 ചെറിയ ഉള്ളിയും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഇവിടെ 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് കീറി ഒന്ന് വഴറ്റുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 4-5 പച്ചമുളകും കൂടി ഒന്ന് വഴറ്റുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ചുമന്ന കളറാകുന്ന വരെ ഒന്ന് വഴറ്റി നമ്മുടെ അരപ്പരച്ച് വെച്ചതൊക്കെ ഒന്ന് അതിലോട്ട് ഒഴുക്കി കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. പിന്നെ ഞാനിവിടെ ചേർക്കുന്ന പച്ചമാങ്ങയാണ്, പുളിയുള്ള പച്ചമാങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കുക. അപ്പോൾ അത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഞണ്ടിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. 10-15 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ചാറൊക്കെ നല്ലപോലെ കുറുകി നല്ല പരുവായിട്ടിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും തേങ്ങ അരച്ച് വെക്കുന്നതാണോ ഇഷ്ടം, അതോ മസാല ഇടുന്നതാണോ ഇഷ്ടം? അപ്പോൾ ഇനി നമുക്കൊരു കടുക് വറക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് ഇട്ടു. പിന്നെ 3-4 ചെറിയ ഉള്ളി, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ കപ്പ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കപ്പയിലേക്ക് കുറച്ച് കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ ബൈ.